SFI നേതാവിന്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും കൊണ്ടും പറയണം. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പോരാ, SFIയുടെ നേതാവാണ്. നേതാവിന്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ് അതിന്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങളതിനെ വിലയിരുത്തണം. അപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക. ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്നിടത്തേക്ക് നാടെത്തിയിരിക്കുകയാണ്. ഈ നാടിനെ മോചിപ്പിക്കാൻ, കള്ളിൽ നിന്നും കഞ്ചാവിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം. അതിന്റെ തുടക്കമാണ് നമ്മുടെ മഹിളാ സമരം. അത് കേരളത്തിൽ SFIയുമായി ബന്ധപ്പെട്ട് SFIയുടെ യൂണിയന്റെ ഭാഗമായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിയുടെ റൂമിൽ നിന്നാണ് ഈ കഞ്ചാവ് 90 ഗ്രാം ഞാനും പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളത് ഉപയോഗിക്കുന്നതല്ല, അങ്ങനെ അതുമായി യാതൊരു ബന്ധമില്ല എന്ന് അവിടുത്തെ അധ്യാപകരും മറ്റൊക്കെ സാക്ഷ്യപ്പെടുത്തിയെങ്കിലും അതിലൊരു ജാഗ്രത കുറവുണ്ട്. ആ റൂമിൽ നിന്ന് ഇങ്ങനെയൊരു ലഹരി പിടിക്കപ്പെടുക എന്നുള്ളത് SFI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞങ്ങൾക്കുള്ള ഒരു വിമർശനം, കേരളത്തിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. 8 മണിക്ക് ആദ്യമായി എൻ്റെ അടുത്ത് നിന്ന് പ്രസ്താവന വാങ്ങിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ഞാൻ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ തന്നെ SFIയുടെ പ്രവർത്തകനാണ് ഇദ്ദേഹം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിരുന്നു. ഞാനപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഏത് പ്രവർത്തകനാണെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് മേലങ്കി ചാർത്തി അവർക്കൊരു സംരക്ഷണം ഒരുക്കേണ്ട ഒരു സംവിധാനമല്ല ഇതെന്ന്. എന്നാൽ ഈ 90 ഗ്രാമിനെയും 2 കിലോ കഞ്ചാവിനെയും സമീകരിക്കുന്ന, എന്നാൽ സമീകരിക്കുക പോയിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം എടുത്ത് കോട്ട് ചെയ്യണം. ഈ സമയം വരെയായി ഈ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇതിനെ തുലനം ചെയ്യാനാണ്, അല്ല എങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായും ഉത്തരവാദിത്തം SFI ആണ് എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ശ്രദ്ധിച്ചിട്ടുള്ളത്, അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാത്തിനും കാരണം SFI ആണ്. ഇപ്പോൾ മാധ്യമങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, KSU പ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയ 2 കിലോ, അതിനെക്കുറിച്ച് നിങ്ങൾ KSUക്കാരോട് ചോദിച്ചാൽ മതി. എല്ലാത്തിനും കാരണം SFI ആണ്. പക്ഷേ KSUക്കാരുമായി ബന്ധപ്പെട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ അത് നിങ്ങൾ KSUക്കാരോട് ചോദിക്കണം. ഇതേ അഭിപ്രായമാണ് KSU സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ആരുടെ കയ്യിലോ പിടിക്കട്ടെ, പിടിക്കപ്പെട്ടത് ആരുടെ കയ്യിൽ നിന്നല്ല, പിടിക്കപ്പെട്ടത് KSUവിൻ്റെ നേതാവായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് 2 കിലോ.